എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയെന്നുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ശരിക്കും മലയാളം എന്ന് പറയുന്നത്. 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 25ന് മുകളിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളെല്ലാവരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നത്തെ ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിക്ഷേപണി എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് എപ്പോൾ? വിക്ഷേപണി എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് എപ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഓക്കെ: വാക്യം അവസാനിച്ചുവെന്ന് കാണിക്കാൻ, ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ, ചോദ്യവാചകം എന്ന് കാണിക്കാൻ, അതുപോലെ തന്നെ വിശദീകരണത്തെ കുറിക്കാൻ. ഓക്കെ, അപ്പോൾ വിക്ഷേപണി എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചത് അല്ലേ? വാക്യം അവസാനിപ്പിച്ചു എന്ന് കാണിക്കാൻ, ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ, പിന്നെ ചോദ്യവാചകം എന്ന് കാണിക്കാൻ, അതുപോലെ തന്നെ വിശദീകരണത്തെ കുറിക്കാൻ. ഇതിലേതാണ് നമ്മൾ വിക്ഷേപണി എന്ന ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. വിക്ഷേപണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതാണ് വരിക, ഈ പറഞ്ഞ ചിഹ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആശ്ചര്യത്തെ സൂചിപ്പിക്കാനാണ് അല്ലേ? ആശ്ചര്യ ചിഹ്നമാണ്. അപ്പോൾ ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ അത് സഹായിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളെല്ലാവരും കേട്ട ശൈലിയായിരിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അല്ലേ? നോക്കാം. സ്വയം ആപത്തിൽ ചാടുക, സ്നേഹിക്കുന്നവരെ സഹായിച്ചാൽ ആപത്തുണ്ടാകും, തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അതുപോലെ തന്നെ ദുഷ്കർമ്മം ചെയ്താൽ രക്ഷപ്പെടും. ഇതിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്ന ഒരു ശൈലി അല്ലേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്ന ശൈലി കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ് വരിക? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഒരു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും? ഒരു സംശയം വേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതാണ് ഉപ്പ് തിന്നൽ. അതായത് എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. തെറ്റ് ചെയ്താൽ എന്തായിരിക്കും? ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് ആൻസർ ആയിട്ട് വരിക. കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ ചോദ്യം കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. നമ്മളെ സിസ്റ്റത്തിൻ്റെ ചാർജറിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ചാർജ് കയറുന്നില്ല, ഏത് സമയത്ത് ഓഫായി പോകും. ഓക്കെ, കുഴപ്പമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൂട്ടത്തിൽ ചേരാത്ത പദം ഏത്? കൂട്ടത്തിൽ ചേരാത്ത പദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ വായിച്ചു നോക്കെ: അത്യാവശ്യം, അസന്തുഷ്ടി, അനാരോഗ്യം, അധാർമികത. അത്യാവശ്യം, അസന്തുഷ്ടി, അനാരോഗ്യം, അധാർമികത. ഈ പറഞ്ഞ 4 എണ്ണത്തിൽ കൂട്ടത്തിൽ ചേരാത്ത പദം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരിക? അത്യാവശ്യമാണോ, അസന്തുഷ്ടിയാണോ, അനാരോഗ്യമാണോ, അധാർമികതയാണോ? വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി നോക്കിയേ, ഈ 3 എണ്ണം നോക്കിയേ, അതായത് ബിയും സിയും ഡിയും നോക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ട് ബിയും സിയും ഡിയും നോക്കിയേ, അസന്തുഷ്ടി, അനാരോഗ്യം, അധാർമികത എല്ലാം ഒരു നെഗറ്റീവ് വേർഡിലല്ലേ പറയുന്നത് അല്ലേ? നെഗറ്റീവ് മീനിങ് അല്ലേ? സന്തുഷ്ടം, അസന്തുഷ്ടി അല്ലേ? ആരോഗ്യം, അനാരോഗ്യം, ധാർമ്മികത, അധാർമികത നെഗറ്റീവാണ്, ഓപ്പോസിറ്റീവ് വേർഡ്സിനെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത്യാവശ്യം എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലല്ലോ അത്യാവശ്യം അല്ലേ? അത്യാവശ്യം എന്ന് വെച്ചാൽ വളരെ ആവശ്യം, അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ ചേരാത്ത പദം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, അത്യാവശ്യം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഈ സന്ദർഭം പ്രശസ്തനായ ഒരു മലയാള കവിയുടെ ജീവിത കഥയുമായി ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. കവി ആരാണ്? അതായത് ഈ ദീപസ്തംഭം ആശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ഒരുപാട് ആളുകൾ കേട്ടാണ്, എല്ലാവരും കേട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ആരുടെ വരികളാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷനൊന്നും ആവശ്യം ഉണ്ടാവില്ല. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ആരാണ്? വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ആരാണ്? ഒരു സംശയം വേണ്ട. ഓപ്ഷനൊന്നും ഞാൻ വായിക്കുന്നില്ല. ഓപ്ഷൻ എ, കുഞ്ചൻ നമ്പ്യാരാണ് ആൻസർ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും അവർക്ക് പച്ച തൊടാൻ കഴിഞ്ഞില്ല. പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത്? പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്, മിക്കവാറും ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ആരും വിജയിച്ചില്ല, കുറച്ച് പേര് ജയിച്ചു, അധികാരത്തിലെത്താൻ ആവശ്യമായത് ലഭിച്ചില്ല, അതുപോലെ തന്നെ തുടക്കം നന്നായില്ല. അപ്പോൾ ഇതിലെന്തായിരിക്കും? പച്ച തൊടാൻ കഴിഞ്ഞില്ല അല്ലേ? പച്ച തൊടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഒരു ശൈലിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പച്ച തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ശൈലിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ച തൊടുക എന്ന് പറയുന്നത്, പച്ച തൊടുക നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അവൻ ഇത്രയും പച്ച തൊട്ടിട്ടാന്ന് പറഞ്ഞതാണ് അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ജയിച്ചില്ല അല്ലേ? വിജയിച്ചില്ല എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ആരും വിജയിച്ചില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എന്താണ്? ആരും വിജയിച്ചില്ല. അടുത്ത ക്വസ്റ്റ്യൻ:
ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിൻ്റെ പൊരുളെന്ത്? ഇന്ന് കൂടുതലും നമ്മൾ ഈ ശൈലികളും ചൊല്ലുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നാണ് പറയുക. ഉണ്ട് കുളിക്കുന്നവനെ ഓക്കെ, അതായത് അത്യാഡംബരമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യത്തിലധികം നമ്മൾ എന്ത് ചെയ്യുന്നു, അനാവശ്യമായിട്ട് വാരി വലിച്ച് എല്ലാം നശിപ്പിക്കുന്നു ഭക്ഷണ സാധനങ്ങൾ. ഈ രീതിയിൽ ഇവിടെ പറയുമ്പോൾ അങ്ങനെ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നുള്ള ചൊല്ലിൻ്റെ പൊരുൾ എന്തെന്നാണ്? ഉണ്ടതിന് ശേഷം കുളിക്കാൻ പാടില്ല, ഉണ്ണുന്നതിന് മുമ്പ് കുളിക്കണം, ഭക്ഷണത്തിന് വേണ്ടി എല്ലാം ധൂർത്തടിക്കരുത്, അതുപോലെ തന്നെ ഉണ്ണുന്നതിന് വേണ്ടി മാത്രം കുളിക്കരുത്. ഇവിടെ എന്താ പറയാൻ പറ്റുക? ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസ് ആണ്, ഇതൊക്കെ വന്ന ചോദ്യങ്ങളാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കണം ഒരിക്കൽ കൂടി. അപ്പോൾ ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിൻ്റെ പൊരുൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി എല്ലാം ധൂർത്തടിക്കരുത് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി എല്ലാം ധൂർത്തടിക്കരുത് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു, എല്ലാവരും കിട്ടുന്നുണ്ടാവും വിചാരിക്കുന്നു. മലയാളം ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഒന്ന് നോക്കണം. അടുത്തത്, അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായ മാർഗ്ഗം ഏത്? അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായ മാർഗ്ഗം ഏത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നോക്കാം. ശരിയായ ഉച്ചാരണ പരിശീലനം നൽകണം, ശരിയായ മാതൃകകൾ കാണാനും കേൾക്കാനും അവസരം നൽകണം, തെറ്റുകൾ അപ്പോൾ തിരുത്തണം, അതുപോലെ തന്നെ അക്ഷരത്തെറ്റുകളാണ് ഭാഷയുടെ ഏറ്റവും വലിയ ദോഷം എന്ന് ബോധ്യപ്പെടുത്തണം. ഓപ്ഷൻസൊക്കെ കോമഡിയാണ്. അപ്പോൾ അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗ്ഗം ഏതെന്നാണ്? കുട്ടിക്ക് അക്ഷരത്തെറ്റ് സംഭവിക്കുന്നത്, അപ്പോൾ അത് തിരുത്തണം നമുക്ക്. ശരിയായ ഉച്ചാരണ പരിശീലനം, ഉച്ചരിച്ച് അല്ലെങ്കിൽ വായിച്ച് പറഞ്ഞു പഠിച്ചുകൊണ്ട് നമുക്ക് അക്ഷരത്തെറ്റുകൾ തിരുത്താൻ പറ്റണമെന്നുണ്ടോ? നെക്സ്റ്റ്, ശരിയായ മാതൃകകൾ കാണാനും കേൾക്കാനും അവസരം നൽകണം. ശരിയാണ്, അക്ഷരം തെറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന് ശരിയായ രൂപം കാണാനും അത് കേൾക്കാനും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു അവസരം നമുക്ക് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? തെറ്റുകൾ അപ്പോൾ തിരുത്തണം. അവൻ തെറ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ തിരുത്തിക്കൊണ്ടിരുന്നാലും അതിൽ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. കുട്ടിക്ക് അതിനൊരു അനുഭവം നേരിട്ട് നമ്മൾ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. ശരിയായ മാതൃകകൾ കാണാനും കേൾക്കാനുമുള്ള അവസരം നൽകണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതാണ് അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗ്ഗം. അടുത്ത ക്വസ്റ്റ്യൻ, നന്മണി എന്ന പദം സന്ധി പിരിച്ചെഴുതുന്നത് എങ്ങനെ? നന്മണി എന്ന പദത്തിൻ്റെ സന്ധി പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. നോക്കാം. നന്മണിയാണ് ഇവിടെ വാക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ പിരിച്ചെഴുത്ത് കൂട്ടെഴുത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്, ടോപ്പിക്ക് നമ്മൾ ചെയ്തതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇത് കണ്ടു പഠിക്കണം. ഓക്കെ, നന്മണി എന്ന പദം സന്ധി പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏതാണ് ഇതിൽ വരിക? ഞാൻ വായിക്കുന്നില്ല, ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല. ഏതാ വരിക? നന്മണിയാണ്, നന്മണി. അപ്പോൾ നന്മണി എന്നുള്ള പദം നമ്മൾ പിരിച്ചെഴുതി കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? ഒരു സംശയം വേണ്ട, നൽ അധികം മണി എന്നുള്ളതാണ് വരിക കേട്ടോ. നൽ അധികം മണിയാണ്. അപ്പോൾ നന്മണി എന്ന് പറഞ്ഞാൽ ഏതാണ്? നൽ അധികം മണിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അടുത്തത്, നല്ല അധ്യാപിക ആരായിരിക്കണം? നല്ല അധ്യാപിക ആരായിരിക്കണം എന്നാണ് ചോദിച്ചത് അല്ലേ? ഇവരെ വായിക്കുക. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. നോക്കാം. കുട്ടിയേക്കാൾ ബുദ്ധിശക്തിയും വളരെയധികം അറിവുമുള്ളയാൾ. എല്ലാം ഇപ്പോഴും ആവണമെന്നൊന്നുമില്ല അല്ലേ? കാരണം നമ്മളെക്കാൾ അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അടുത്തത്, കുട്ടികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്നയാൾ. ശരിയാണ്, കുട്ടികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്ന ആൾ എന്താണ്? നല്ല അധ്യാപിക ആയിരിക്കാം. നെക്സ്റ്റ്, പാഠങ്ങൾ നന്നായി പഠിപ്പിക്കുന്ന വ്യക്തി. പാഠങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ നല്ല അധ്യാപകം ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം. അതിനേക്കാൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയും ആകുന്ന ആൾ. അപ്പോൾ ഇത് വായിക്കാൻ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഏതാണ് വരിക? അപ്പോൾ നല്ല അധ്യാപക ആരായിരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സ്യൂട്ടായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്ന ആൻസർ ഏതാണെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതാണ് എന്താണ്? എപ്പോഴും പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയുമാകുന്ന ആൾ, എപ്പോഴും അവരെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 10ാമത്തെ ചോദ്യം, പാശ്ചാത്യ സാഹിത്യവുമായുള്ള പരിചയം കൊണ്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏത്? പാശ്ചാത്യ സാഹിത്യവുമായുള്ള പരിചയം കൊണ്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. നാടകം, നോവല്, സന്ദേശകാവ്യം, സാഹിത്യ നിരൂപണം. നാടകം, നോവല്, സന്ദേശകാവ്യം, സാഹിത്യ നിരൂപണം. അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏതാ വരിക? പാശ്ചാത്യ സാഹിത്യവുമായുള്ള പരിചയം കൊണ്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് വരിക? സംശയം ഒന്നും വേണ്ട, ആൻസർ വരുന്നത് നാടകമല്ല. ആൻസർ വരുന്നത് ഏതാണ്? നോവലാണ് കേട്ടോ. നോവലാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഓഫാകും കേട്ടോ. ഓഫായി കഴിഞ്ഞാൽ ഇന്ന് മിക്കവാറും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. കുഴപ്പമില്ല, ഞാൻ നാളെ ഇതിൻ്റെ ബാക്കി ഞാൻ കൃത്യമായിട്ടൊന്ന് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഈ 10 ചോദ്യത്തിൽ വെച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ 2 ക്വസ്റ്റ്യൻ കൂടി പറയുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇത് ഓഫായി പോയി കഴിഞ്ഞാൽ ഒന്നും എഡിറ്റിംഗ് ഒന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് വിചാരിക്കുന്ന ഇത് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു, ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഈ 10 ചോദ്യങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം ഒന്ന് അറിയിക്കുക. ബാക്കിയുള്ള സമയത്തൊന്ന് നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം ഞാനിത് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്നിലധികം ഒരു ദിവസം തന്നെ ഞാൻ ഒരു 5 6 ക്ലാസ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, രാത്രിക്ക് ഇരുന്ന് ഞാൻ നോക്കാം. അങ്ങനെ നമുക്ക് ടൈം വെച്ചിട്ട് അപ്ലോഡ് ചെയ്ത് തരാൻ കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.